ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ശദ്ദാദ് ഇബ്നു ഹാദിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുഹ്ർ നിസ്കരിക്കാനോ അസർ നിസ്കരിക്കാനോ ആയി പള്ളിയിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അവിടുത്തെ പേരക്കിടാങ്ങളിൽ നിന്ന് ഹസൻ റളിയല്ലാഹു അൻഹുവോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവോ ആരോ ഒരാളുണ്ട്. ഇഖാമത്ത് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം ആരംഭിച്ചു. നിസ്കാരത്തിനിടയിൽ ഒരു സുജൂദ് വല്ലാതെ ദീർഘിച്ചു പോയി. ശദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുട്ടിയായിരുന്ന ഞാൻ സുജൂദിൽ നിന്ന് മെല്ലെ തല ഉയർത്തി മുമ്പോട്ട് നോക്കി. അപ്പോൾ സുജൂദിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിരടിയിൽ പേരക്കുട്ടി കയറിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വീണ്ടും സുജൂദിലേക്ക് തന്നെ പോയി. നിസ്കാരം കഴിഞ്ഞ ശേഷം സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു. അല്ല നബിയെ, നിസ്കാരം വല്ലാതെ നീണ്ടുപോയല്ലോ, നിസ്കാരത്തിൽ വഹയി ഇറങ്ങിയോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മറുപടി പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സുജൂദിൽ കിടന്ന സമയത്ത് എൻ്റെ കുട്ടി എൻ്റെ പിരടിയിൽ കയറിയിരുന്നു. ഞാൻ അവൻ്റെ കളി കഴിയാനായി കാത്തിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറിയ കുഞ്ഞിനോട് പെരുമാറുന്ന കാരുണ്യത്തിൻ്റെ വശ്യമായ മുഖമാണ് ഈ ചരിത്രത്തിലുള്ളത്. ഞാനിതിവിടെ പറയാനുള്ള കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചെയ്യാൻ പ്രത്യേകം പറഞ്ഞ വിഭാഗങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് കുട്ടികൾ. നമ്മുടെ വീടുകളിൽ കുട്ടികളുണ്ട്. നമ്മൾ ഇടപെടുന്ന സമൂഹത്തിൽ ധാരാളം കുട്ടികളുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അധ്യാപകരാണെങ്കിൽ അവിടെ കുട്ടികളുണ്ടാകും. ഇങ്ങനെ നമ്മുടെ നാനാ മേഖലകളിൽ കുട്ടികളുണ്ട്. ഈ കുട്ടികളോട് ഏതു രീതിയിൽ വർത്തിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കാരുണ്യത്തോടു കൂടെ പെരുമാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൽപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലും അവിടുത്തെ പ്രവർത്തനത്തിലും ധാരാളമായി കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടികളുമായുള്ള ഇടപെടലുകൾ അനേകം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾക്ക് വേണ്ടിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനേകം ഹദീസുകളും കൽപ്പനകളും നമുക്ക് കിതാബുകളിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആർദ്ര മൂല്യങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് നമുക്കത് വിശാലമായി പറയാം. കുട്ടികൾ പലപ്പോഴും പല ഭാഗങ്ങളിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫലസ്തീനിൻ്റെ മണ്ണിൽ ക്രൂരമായി കൊല്ലപ്പെട്ട ജനവിഭാഗങ്ങളിൽ 60,000-ത്തിലധികം കുട്ടികളുണ്ട് എന്ന കണക്ക് പത്രമാധ്യമങ്ങളിൽ നാം വായിച്ചവരാണ്. ഭക്ഷണം കിട്ടാതെ തൊലിക്ക് പുറത്തേക്ക് എല്ലിൻ്റെ അടയാളങ്ങളെ കാണുന്ന പേക്കോലങ്ങളായ കുട്ടികളെ ഉയർത്തിപ്പിടിക്കുന്ന ഉമ്മമാരുടെ കണ്ണീരലിയിപ്പിക്കുന്ന രംഗം നാം കണ്ടിട്ടുണ്ട്. ബോംബ് സ്ഫോടനത്തിൽ കുട്ടിയുടെ തല ആകാശത്തിലേക്ക് തെറിച്ചുയരുന്നത് നാം വേദനയോടെ നോക്കി നിന്നിട്ടുണ്ട്. സൊമാലിയയിലും സുഡാനിലും ആഫ്രിക്കയുടെ വ്യത്യസ്ത തെരുവോരങ്ങളിലും ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ കുട്ടികൾ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ലോക ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയ ഒരു ഫോട്ടോ, ദാഹം ശമിപ്പിക്കാൻ ജലത്തിനായി ആഫ്രിക്കയിലെ ഒരു ബാലൻ കാലിയുടെ മൂത്രാശയത്തിലേക്ക് മുഖമമർത്തി നിൽക്കുന്ന കാഴ്ചയായിരുന്നു. മറ്റൊരിക്കൽ ലോകത്തിലാകമാനം പ്രശസ്തമായ മറ്റൊരു ചിത്രമുണ്ട്. ആഫ്രിക്കയിൽ എവിടെയോ എല്ലും തോലുമായ ഒരു കുട്ടി ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നതും ആ കുട്ടി മരിക്കുന്നതും നോക്കി അതിനെ ഭക്ഷണമാകാൻ വേണ്ടി കാത്തിരിക്കുന്ന കഴുകനെയും ചിത്രീകരിക്കുന്ന ഭയാനകമായ രംഗം നമ്മുടെ നാടുകളിലും നമ്മുടെ അയൽനാടുകളിലും
പലപ്പോഴും കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും കുട്ടികൾ ഭക്ഷണം കിട്ടാത്തവരുണ്ട്. വിദ്യാഭ്യാസ സൗകര്യമില്ലാത്ത കുട്ടികളുണ്ട്. താമസ സൗകര്യമില്ലാത്ത കുട്ടികളുണ്ട്. ചെറിയവരോട് കരുണയോടെ പെരുമാറണമെന്ന് ഇസ്ലാം കൽപ്പിക്കുമ്പോൾ ചുറ്റുമുള്ള കുട്ടികളിലേക്ക് നോക്കി ആ കുട്ടികളിലേക്ക് കാരുണ്യമെത്തിക്കേണ്ടതിന്, അവർക്ക് ഭക്ഷണം എത്തിക്കേണ്ടതിന്, അവരുടെ കരച്ചിൽ മാറ്റേണ്ടതിന് സ്വന്തം ബാധ്യതയായി കണക്കാക്കുമ്പോഴാണ് മുസ്ലിമാകുന്നത്. പുതിയ കാലത്ത് ഗർഭഛിദ്രം ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ജീവിക്കാനുള്ള അവകാശം തന്നെ നിഷേധിക്കപ്പെടുന്ന ധാരാളം കുഞ്ഞുങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നാം അത് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികളുടെ വിഷയം പരാമർശിക്കുന്നിടത്ത് സൂറത്തുൽ ഇസ്റായിലെ 31-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാം, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖിൻ നഹ്നു നർസുഖുഹും വ ഇയ്യാകും. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്ന് പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് പേടിച്ച് കുട്ടികളെ നിങ്ങൾ കൊന്നുകളയരുത്. നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതും അവർക്ക് ഭക്ഷണം നൽകുന്നതും ഞാൻ തന്നെയാണ്. ഇതേ ആശയം വരുന്ന ആയത്ത് സൂറത്തുൽ അൻആമിന്റെ 151-ാമത്തെ ആയത്ത് നമുക്ക് ഇപ്രകാരം കാണാം, വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖിൻ നഹ്നു നർസുഖുകും വ ഇയ്യാഹും. അവിടെയും പറയുന്നത് ദാരിദ്ര്യമുണ്ടാകുമെന്ന് ഭയന്ന് നിങ്ങൾ കുട്ടികളെ ഉപേക്ഷിക്കരുതെന്നാണ്. കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ധാരാളമായി കൽപ്പനകൾ ഖുർആനിലുണ്ട്. കുട്ടികളെ സ്നേഹത്തോടെ പെരുമാറുകയും പരിപാലിക്കുകയും ചെയ്യുന്ന മഹാന്മാരായ അമ്പിയാക്കളുടെ ചരിത്രം ഖുർആനിലുണ്ട്. തൻ്റെ കുഞ്ഞിന് സാരോപദേശങ്ങൾ നൽകുന്ന ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭാഷണ ശകലങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന് അറേബ്യൻ ജനതയെ ഉണർത്തുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവർക്ക് കരുണ ചെയ്യേണ്ടതിനെക്കുറിച്ച്, അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കേണ്ടതിനെക്കുറിച്ച്, അവരെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യമുഖത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കുട്ടികളോട് കരുണ ചെയ്യേണ്ട രീതികളെക്കുറിച്ചും കൽപ്പനകളെക്കുറിച്ചും നമുക്ക് കൂടുതലായി ചർച്ച ചെയ്യാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.